ഹലോ, ഹീര വിഷ്ണു വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പാണ്ഡുവിനായിട്ടാണ് ഇന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പാണ്ഡുവിനെ നമ്മൾ ഗ്രൂമിങ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായി. അപ്പോൾ കൊണ്ടുപോയ കൂടെ ഡോക്ടറെ നമ്മൾ കാണിച്ചപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് പാണ്ഡുവിനെ ഡോക്ടറെ കാണിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലയിലൊക്കെ താരൻ വന്ന പോലെ പാണ്ഡുവിൻ്റെ മേത്തും താരനൊക്കെ വന്നിട്ട് താരൻ പോലെ സ്കിന്നിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ചൊറിച്ചിലും കൂടിയാണ്. അപ്പം നമ്മൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോകാമെന്ന് ഓർത്തപ്പോൾ ആദ്യം ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു ഇത്രയും എന്തായാലും കളയണം, കാരണം ഓയിൽമെൻറ്റ് കാര്യങ്ങളും ഗുളികയും പിന്നെ കുളിപ്പിക്കാനായിട്ട് ലോഷനും എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെയിനായിട്ട് ഇവൾക്ക് സ്കിൻ ഇഷ്യൂ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടിടാനായിട്ട് പാടത്ത് പോകുമ്പോൾ ഇവളെ നമ്മൾ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവിടെ പുല്ലിലും മണ്ണിലും ഒക്കെ കിടന്നിട്ടാണ് അങ്ങനെ സ്കിൻ ഇഷ്യൂ വരണേന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നമ്മൾ അകത്താണല്ലോ ഷിറ്റ്സുവിനെ വളർത്തണത്. അപ്പോൾ ഫ്ലോർ ക്ലീൻ ചെയ്യണത് ഫ്ലോർ ക്ലീനർ ഉപയോഗിച്ചാവുമ്പോൾ അത് ഫിനോയിലാവാം, ഡെറ്റോളാവാം, അല്ലെങ്കിൽ പലതരം ഫ്ലോർ ക്ലീനേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ എത്ര കഴുകിയാലും അതിൻ്റെ കെമിക്കൽസ് നമ്മുടെ ഫ്ലോറിൽ ഉണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടും ഇവർക്ക് സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ടാവാം. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് നമുക്ക് അങ്ങനത്തെ ഫ്ലോർ ക്ലീനർ അല്ലാണ്ട് പെറ്റ്സിനെ വീട്ടിൽ വളർത്തണവർക്ക് വേണ്ടിയിട്ടുള്ള പെറ്റ്സിൻ്റെതായിട്ട് ഫ്ലോർ ക്ലീനേഴ്സ് ഉണ്ട്. അപ്പോൾ പെറ്റ്സിൻ്റെ ഷോപ്പിൽ നിന്ന് അത് അവൈലബിൾ ആണ്, പെറ്റ്സ് ഉള്ള ഫ്ലോറിൻ്റെ ക്ലീനർ. അപ്പോൾ നമുക്ക് അത് മേടിക്കാം. അപ്പോൾ അത് ഇൻസ്റ്റാമാർട്ട് വഴി ഞങ്ങളിപ്പോൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം അവസാനം. അപ്പോൾ അത് ഉപയോഗിച്ച് ഫ്ലോർ ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞേക്കണത്. ഇല്ലയെന്നാണെങ്കിൽ സാധാ വെള്ളം വെച്ച് മാത്രം ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞേക്കണത്, അല്ലാതെ ഡെറ്റോളോ ഫിനോയിലോ ഒന്നും വെച്ച് ക്ലീൻ ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കണേ. കാരണം അവരുടെ സ്കിന്നിലേക്ക് അത് വേഗം പിടിപെടും. അപ്പം അതിൻ്റെ സ്കിൻ ഇഷ്യൂ ആണ് പാണ്ഡുവിൻ്റെ മേത്ത് ഉള്ളത്. അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മുടെ തലയിലൊക്കെ താരൻ വന്ന് ഇതൊരു കുരുവായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഇവള് തന്നെ അത് മാന്തി പൊട്ടിച്ച് അതൊരുമാതിരി ഉണങ്ങി അങ്ങനെ നിന്ന് നമ്മളിങ്ങനെ തൊടുമ്പോൾ നമുക്ക് മനസ്സിലാവും, കയ്യിലൊക്കെ വന്ന് തട്ടും. അങ്ങനെയാണ് ഞാനിത് കണ്ടുപിടിച്ചത്. അപ്പൊ ഇവള് ഇവിടെയൊക്കെ മാന്തി ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ കയ്യിലല്ല, അപ്പുറത്തെ കയ്യിലാന്ന് തോന്നുന്നു. കാണിച്ചു തരാം. ആളിപ്പോ ഇത്രയും നേരം വീഡിയോ എടുത്തോണ്ട് നിന്നിട്ട് കിടന്ന് കളഞ്ഞു. അപ്പൊ ഇനി ഞാൻ നമുക്ക് ഡോക്ടർ തന്ന ലോഷനും അതുപോലെ തന്നെ പാണ്ഡുവിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഷാമ്പുവും അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഈ E6 ലോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് പാണ്ഡുവിന് ഓയിൽമെന്റ് തന്നേക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുളിപ്പിക്കാനായിട്ട് ഇതാണ് കുളിപ്പിക്കാൻ വേണ്ടി തന്നേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലോർ ക്ലീനർ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മേടിച്ചത് ഇതാണ്. പെറ്റ്സ് ഉള്ള വീട്ടിലുള്ള ഫ്ലോർ ക്ലീനേഴ്സ് ഇത് ഉപയോഗിക്കാം. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നാൾ അറിയില്ലായിരുന്നു. കാരണം പാണ്ഡുവിനെ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചത്. ഇതുവരെ അങ്ങനെ ഡോക്ടറെ കാണിക്കേണ്ട ഇഷ്യൂ അവൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഫ്ലോർ ക്ലീനേഴ്സ് ഉണ്ടെന്നും അത് ഉപയോഗിക്കാൻ പാടില്ലെന്നും ഇവർക്കത് പറ്റില്ല എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു കൂടുതലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഷിറ്റ്സു പെറ്റ്സ് വീട്ടിലുള്ളവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഞങ്ങളിങ്ങനെ പാടത്തൊക്കെ കൊണ്ടുപോയതിന് കൂടുതലാണ് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ പാണ്ഡുവിന് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പം അതുകൊണ്ട് ഷിറ്റ്സു ഉള്ളവർ വീട്ടിൽ പെറ്റ്സ് ഉള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അവർക്ക് അങ്ങനെയുള്ള ഒന്നും പെട്ടെന്ന് അവരുടെ സ്കിന്നിലേക്ക് ഇത് വരും, പിന്നെ ഭയങ്കര ഇതാവും, പിന്നെ മറ്റേ ചെള്ള് പോലത്തെ അതൊക്കെ കയറും. അങ്ങനെ ആണ് നമ്മൾ ഡോക്ടറെ കാണിച്ച്. അപ്പം നമ്മൾ ഗ്രൂമിങ് ചെയ്തപ്പോൾ ഇത്രയും ഹെയർ അവളുടെ മൊത്തം കളഞ്ഞു. അല്ലാന്നാണെങ്കിൽ നമുക്ക് ഓയിൽമെന്റ് വരട്ടാൻ പറ്റില്ല. പിന്നെ കുളിപ്പിക്കാനാണെങ്കിൽ ഇത് 20 മിനിറ്റ്സ് ഇട്ട്, അതായത് ഷാമ്പൂ പതപ്പിച്ച് 20 മിനിറ്റ്സ് നിർത്തി കഴിഞ്ഞതിന് ശേഷം കുളിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതൊരിക്കലും കണ്ണിലും മൂക്കിലും വായിലും പോവരുത്. അപ്പം നമ്മൾ മറ്റേ കവർ ഉണ്ടല്ലോ, അത് എനിക്ക് അതിൻ്റെ പേരറിയാൻ പാടില്ല, അത് ഉപയോഗിച്ച് മാത്രം ഇവരെ കുളിപ്പിക്കുക. അതുപോലെ തന്നെ ഇത് ഓയിൽമെന്റ് തേക്കുമ്പോഴാണെങ്കിലും ചെവിയിലും മൂക്കിലും പോവാണ്ട്. പിന്നെ ഇവര് നക്കരുതല്ലോ, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത് കുറച്ച് ഇതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു. അപ്പൊ ഇത് മാക്സിമം എല്ലാവരും അറിയണവരുണ്ടാവാം, അറിയാത്തവരും ഉണ്ടാവാം. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പൊ എല്ലാ പെറ്റ്സിനെയൊക്കെ എന്താ പറയാ ഡോക്ടറെയൊക്കെ കൊണ്ട് കാണിച്ച് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് വരുമ്പോൾ തന്നെ ഡോക്ടറെ കാണിക്കും. കാരണം ഇത് മൊത്തം സ്പ്രെഡ് ആയാൽ ഇത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എപ്പോഴും ചൊറിച്ചിലാണ് പാണ്ഡുവിന്.
മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അതാണ്, എപ്പോഴും ചൊറിച്ചിലാണ്. പിന്നെ എന്താ ടാബ്ലറ്റ്സ് ഉണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചില്ല. ടാബ്ലറ്റ്സ് ഇവൾക്ക് ബിഫോർ ഫുഡും ഉണ്ട്, ആഫ്റ്റർ ഫുഡും ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു കാര്യം എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം എല്ലാ പെറ്റ്സ് ഉള്ള എല്ലാ ഫ്രണ്ട്സിനും എല്ലാവരും ഇത് കാണണം. അപ്പം എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ വീഡിയോസ് ഇനിയും എല്ലാവരും കാണണം. അപ്പം സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണം. അപ്പം എല്ലാവർക്കും ടാറ്റാ.